ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് ഏശയ്യായുടെ പുസ്തകത്തിലെ 53-ാം അധ്യായത്തിലെ 5-ാം തിരുവചനം വായിക്കാം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ജീവദായകമായ വചനവും ലോകത്തിന് പ്രകാശവുമായി ഐക്യപ്പെടുന്ന ദാസൻ്റെ ജീവിതം സുഗമമായിരിക്കില്ല. ആരുടെ മോചനത്തിനായി ഐക്യപ്പെടുന്നുവോ ആ ജനം അവനെ സ്വീകരിക്കുകയില്ല. പ്രകാശത്തിന് നേരെ കണ്ണടച്ച് ഇരുട്ടിൽ കഴിയുന്നവർ അവനെ തിരസ്കരിക്കും, എതിർക്കും, പീഡിപ്പിക്കും, വധിക്കും. ഇന്നും അതങ്ങനെ തന്നെയാണ്. ഈ തിരസ്കരണത്തിനെ കുറിച്ച് 2-ാമത്തെ കീർത്തനത്തിൽ സൂചനയുണ്ട്. ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. ഏശയ്യയിലെ 49-ാം പറയാണ്. 3-ാമത്തെ കീർത്തനത്തിൽ ഈ തിരസ്കരണം പീഡനത്തിലേക്ക് നീങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവളും ഞാൻ കാണിച്ചു കൊടുത്തു, നിന്ദയിൽ നിന്ന് തുപ്പലിൽ നിന്ന് ഞാൻ മുഖം തിരിച്ചില്ല. 4-ാമത്തെ കീർത്തനം മുഴുവനായും തിരസ്കരണത്തിൻ്റെയും അതികഠിനമായ പീഡനത്തിൻ്റെയും ചിത്രമാണ് വരച്ചു കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, കേൾവിക്കാർക്ക് മനസ്സിലാക്കാൻ ഏറെ പ്രയാസമുള്ളതായിരുന്നു ഈ തിരുവചനങ്ങളെല്ലാം തന്നെ. ആരെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നതെന്ന് സമകാലികർക്ക് ഒരു തരത്തിലുള്ള മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യം അവർക്കുണ്ടായിരുന്നില്ല. 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ പ്രവചനം വായിച്ച് എത്യോപ്യക്കാർ രാജസേവകനും മനസ്സിലായില്ല. ദൈവം നൽകുന്ന വിമോചനത്തിൻ്റെ സന്ദേശവുമായി വരുന്ന ദാസനെ ഇന്ത്യ ജനം തിരസ്കരിക്കുന്നു, ഇപ്രകാരം ക്രൂരമായി പീഡിപ്പിക്കുന്നു. പാപത്തിൻ്റെ കാഠിന്യവും ദൈവസ്നേഹത്തിൻ്റെ ആഴവും വ്യക്തമാക്കുന്നതാണ് സഹനദാസൻ്റെ ഈ ചിത്രം. ദൈവം തന്നെ മനുഷ്യരൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ പാപങ്ങൾ സ്വന്തം ചുമലിൽ വഹിക്കുകയും അത് പരിഹരിക്കാനായി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്യുന്ന മഹാബലിയുടെ ചിത്രമാണ് ഈ പ്രവചനത്തിൽ നമ്മൾ ചുരുളഴിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ അത് വചനമാണ്. ദൈവം തന്നെ ആയ ദൈവപുത്രനാണ്. നമ്മുടെ വേദാന്തങ്ങളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. മനുഷ്യപാപത്തിൻ്റെ ഫലമായിരുന്നു ഈ ദുഃഖങ്ങളും വേദനകളും. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തവൻ അതിൻ്റെ ദുരന്തഫലങ്ങളും അനുഭവിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. പാപിയായ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പകരക്കാരനായി നിൽക്കുന്നു ഈ സഹനദാസൻ. എന്നാൽ അത് അതാർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡന ഏറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? ഏശയ്യ 53 പറഞ്ഞിരിക്കുകയാണ്, 8-ാം തിരുവചനം പറഞ്ഞിരിക്കുന്നത്. സഹനദാസൻ്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല, മരണത്തിനപ്പുറത്തേക്ക് നീളുന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ വിജയം വരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് സൂചനയും ഈ കീർത്തനത്തിൽ വ്യക്തമായിട്ട് വരച്ചു കാണിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ പരിഹാര ബലിയെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്ന് ഈ കീർത്തനം വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിൽ കാണുന്നില്ല. മനുഷ്യൻ പിൻതലമുറകളിലൂടെ ജീവിക്കുന്നു എന്നായിരുന്നു പൊതുവെ കരുതപ്പെട്ടിരുന്നത്. എന്നാൽ മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനത്തെക്കുറിച്ച് അന്ന് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ദാസൻ്റെ അന്ത്യം അവൻ്റെ വ്യക്തിത്വവും ജീവിതം പോലെ തന്നെ നിഗൂഢമായിരുന്നു. വരാനിരിക്കുന്ന രക്ഷകനിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രതീകമായിരുന്നു ജെറമിയായുടെ പുസ്തകത്തിൽ വരച്ചു കാണിച്ചു വെച്ചിരിക്കുന്നത്. സഹനദാസനെ കുറിച്ചുള്ള ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ യേശുവിൽ നിറവേറിയതായി സുവിശേഷത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ പ്രകാശമായി വന്നവനെ ജനം തിരസ്കരിച്ചു, പീഡിപ്പിച്ചു. പ്രകാശമായി വന്നവനെ ജനം ബുദ്ധിമുട്ടിച്ചു.
സ്വന്തം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപങ്ങളും സ്വന്തം ചുമലിൽ ഏറ്റെടുക്കുന്ന സ്വയം ബലിയായി കുഞ്ഞാടായിരുന്നു യേശു. അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി എന്ന് പറയുമ്പോൾ ഈ പ്രവചനം യേശുവിൽ കൂടി പൂർത്തീകരിക്കുകയാണ് ചെയ്തതെന്ന് എന്ന് അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ പീഡാസഹനവും മരണവും അവസാനമായിരുന്നില്ല പ്രിയമുള്ളവരെ. പാപപരിഹാരമായി സ്വന്തം ജീവൻ അർപ്പിച്ചവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇവിടെ മറ നീക്കപ്പെടുന്നു. ജീവൻ മരണത്തിൻ്റെ മേൽ വിജയം വരിക്കുകയും എന്ന വ്യംഗ്യമായ സൂചന യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു. സഹനവും മരണവും അനിവാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ സഹനത്തിലൂടെ മരണത്തെ പ്രാപിക്കുന്നവരുമാണ്. എന്നാൽ അത് അവസാനമല്ല, അനശ്വരമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന വാതിലാണ് എന്നൊരു പാഠവും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹനത്തിൻ്റെതായി ജീവിതം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ അത് മഹത്വത്തിലേക്കുള്ള യാത്രയായിട്ട് നമുക്ക് ഓരോരുത്തരും പരിണമിക്കട്ടെ. അതിനായി ഈ യാത്രയിലൂടെ, സഹനത്തിലൂടെ, ശക്തിയിലൂടെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുക എന്ന് മാത്രമാണ് ഈ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് സഹനങ്ങൾ തരുന്നുണ്ടെങ്കിൽ, സഹനദാസൻ്റെതായ അരൂപിയിലൂടെ നമ്മൾ നയിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ദൈവം നമ്മൾ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മഹത്വത്തിൻ്റെതായ നല്ലൊരു പ്രഭാതത്തിനായിട്ട് ഈ അന്ധകാരത്തിൻ്റെ മേഖലയിലൂടെ നമുക്ക് കഷ്ടപ്പാടുകളുണ്ടെങ്കിൽ നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മളെ എല്ലാവരും അതിനുവേണ്ടി ഒരുക്കട്ടെ. വിട്ടുകൊടുക്കുക നമുക്ക്. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഹനങ്ങളും കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തുവല്ലോ കർത്താവേ. ഞങ്ങളും സഹനദാസന്മാരായിട്ട് തിരുമ്പോൾ കർത്താവേ നിന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനും നല്ലൊരു പ്രഭാതത്തിനായിട്ട് ഒരുങ്ങാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം.